ഇങ്ങേതാ ചവിട്ടേ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോടെ അമ്മാസ. ആരുമെങ്കിൽ ഇല്ലേടേ? ஐயா இருக்கா? இருக்கு சார். கூப்பிட்டடே. നാരായണ. ഓ നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ. പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരി വെച്ച് കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തന്മാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയുടെ ആളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങൾ ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വട്ടനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണൻ നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ഹരി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ റൂമിലേക്ക് വരാൻ പറയും. Sit down. താനിവിടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് പലപ്പോഴും ഞാൻ ഇവിടുന്ന് വിട്ടു നിൽക്കാറുള്ളത്. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാവിത്രിയുടെ കാര്യത്തിലും തനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും ഞാൻ വിശ്വസിച്ചു. പരിചയപ്പെട്ട കാലം മുതൽ നമ്മൾ അങ്ങനെയാണ് ജീവിച്ചത്, അല്ലേ? എന്റെ മകളെക്കുറിച്ച് ഞാൻ ഒരു വൃത്തികെട്ട കഥ കേട്ടു. അത് ശരിയാണോ എന്നറിയാനാണ് ഞാൻ ഉണ്ണിയെ വിളിപ്പിച്ചത്. ശരിയാണോ എന്ന്? വൃത്തികെട്ട കഥകളൊന്നും സാവിത്രിയുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. പിന്നെ ഒരു ഡോക്ടറും പേഷ്യന്റും എന്നതിൽ കവിഞ്ഞ് അവർക്ക് എന്ത് ബന്ധം അവനുമായുള്ളത്? ഉണ്ണിയാണ് ഉത്തരം പറയേണ്ടത്. സാവിത്രിയോട് ചോദിച്ചില്ലേ? ഇല്ല, എനിക്ക് അവളോട് ചോദിക്കണ്ട. എനിക്കറിയേണ്ട സത്യമാണ്. വിനുവിന്റെ അസുഖം ഭേദമായെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സാവിത്രിക്കാണ്. പക്ഷേ അതിങ്ങനെ ഒരു നിലയിലേക്ക് വളരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഈ സ്ഥാപനത്തെക്കുറിച്ച്, എന്റെ മകളെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളാ ഉണ്ടായിരുന്നെന്ന് ഉണ്ണിക്കറിയാമല്ലോ.
എനിക്ക് സാവിത്രിയോട് ഒന്ന് സംസാരിക്കാം. ഇനി അതുകൊണ്ട് കാര്യമില്ല. വല്ലാതെ വൈകി. നോ, ഐ വോണ്ട് അലൗ ദിസ്. ഐ വിൽ നെവർ അലൗ ദിസ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാവിത്രി, ആരായി വിനു? ചോദിച്ചു കേട്ടില്ലേ വിനു ആരാണെന്ന്? ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ്. താനും അവനുമായി പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ബന്ധമുള്ളോ? അല്ല. പിന്നെ? എനിക്ക് വിനുവിനെ ഇഷ്ടമാണ്. That means you love him, you want to marry him, അല്ലേ? അതെ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായി. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ തനിക്ക് ഇത്രയും ഫ്രാങ്ക് ആവാൻ കഴിയില്ലായിരുന്നു. എനിവേ, ഐ വിഷ് യു സക്സസ്. ഹരിയേട്ടാ. നോ, ചൊക്കാന്ന് വിളിച്ചാൽ മതി. ഇമോഷണൽ ആവുമ്പോ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അമ്മയും അച്ഛനെയും കണ്ട ഓർമ്മ എനിക്കില്ല. പക്ഷേ അതിന്റെ വിഷമം ഞാൻ അറിഞ്ഞിട്ടുമില്ല. കാരണം അമ്മാവൻ എനിക്ക് എന്ന സ്നേഹം അതാണ്. തന്നെ കല്യാണം കഴിച്ച് എന്റെ ഫ്രണ്ട്സിന്റെയൊക്കെ മുമ്പിൽ കൊണ്ടുപോകുമ്പോ ഇതെന്റെ ഭാര്യ ചൊക്കിയെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതും പോടാ ചൊക്കാന്ന് താൻ വിളിക്കുന്നതും എന്റെ ഫ്രണ്ട്സ് അന്തം വിടുന്നതും ഒക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ സന്തോഷമുണ്ട്. അമ്മാവൻ മോതിരിടാൻ പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. അനുസരിച്ചില്ലെങ്കിൽ അത് നന്ദിയേടാവില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോ നിന്റെ മറ്റൊരു മുഖം കാണാൻ ഞാൻ തയ്യാറായതാണ്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. നിന്റെ ഒരാഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. സാവിത്രി, എല്ലാം ഞാൻ നേരത്തെ കേട്ടു. പക്ഷെ ഒരല്പം മുമ്പാണ് വിശ്വസിച്ചത്. എനിക്കും തെറ്റുപറ്റാമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് മോളെ. എല്ലാരും പറയാറുണ്ട് എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. ശരിയാണ്. കാരണം എന്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവൻ നിനക്ക് മാത്രമായിട്ട് ഞാൻ തന്നുപോയി. പക്ഷേ അതെല്ലാം ഒരു ദിവസം രാവിലെ എന്റെ അനുവാദമില്ലാതെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ഞാനതിന് സമ്മതിക്കില്ല. അഥവാ നീ അതിന് ശ്രമിച്ചാൽ ഞാനൊരു ക്രൂരനായ അച്ഛനാകേണ്ടി വരും. ഐ വിൽ ബിക്കം എ ക്രൂവൽ ഫാദർ.